റോഷിപാലും റിനു ശ്രീധരൻ നൽകും വിവരങ്ങൾ. റോഷിപാൽ, നാളെ നിയമസഭാ സമ്മേളനം വീണ്ടും സജീവമാകുന്നതിന് തൊട്ടു മുൻപ് നടപടിയെടുക്കുമെന്ന് ഉറപ്പായിരുന്നു. എന്നാൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അത്ര കാര്യമായ നടപടി എന്ന് വിലയിരുത്താൻ സാധിക്കും. ഒപ്പം PV അൻവർ പൊതുസമ്മേളനം നടത്തി ഇത്തരത്തിൽ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയതിന് പിന്നാലെയാണ് പെട്ടെന്ന് തന്നെ നടപടി വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വിനീത, ADGP MR അജിത് കുമാറിനെതിരെ ആരോപണങ്ങൾ ഉയർന്ന് ഒരു മാസം പിന്നിടുമ്പോഴാണ് പേരിനെങ്കിലും ഒരു നടപടി ഉണ്ടാകുന്നത്. ADGP MR അജിത് കുമാർ രണ്ട് പ്രധാനപ്പെട്ട ചുമതലകളായിരുന്നു വഹിച്ചത്. ഒന്ന് ക്രമസമാധാന ചുമതല, രണ്ടാമത്തേത് സംസ്ഥാനത്തെ പോലീസിലെ മുഴുവൻ ബറ്റാലിയന്റെയും ചുമതല. ഈ രണ്ട് ചുമതലകളിൽ ക്രമസമാധാന ചുമതല മാത്രം നീക്കി ബറ്റാലിയന്റെ ചുമതല നിലനിർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു. ADGP MR അജിത് കുമാർ RSSന്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയ്ക്കൊപ്പം ഉണ്ടായിരുന്നയാൾ ആരാണെന്ന് വെളിപ്പെടുത്തിയാൽ കേരളം ഞെട്ടും എന്നായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഏതായാലും ആ പേര് ഇതുവരെ പ്രതിപക്ഷ നേതാവ് വെളിപ്പെടുത്തിയില്ലെങ്കിൽ പോലും അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി. വലിയ ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു. വ്യക്തിപരമായ ആവശ്യത്തിനാണ് ഈ കൂടിക്കാഴ്ചയെന്ന് ADGP വിശദീകരിച്ചെങ്കിൽ പോലും അത് വിശ്വസിക്കാൻ പ്രതിപക്ഷമോ പൊതുസമൂഹമോ തയ്യാറായില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇത് സംബന്ധിച്ച് DGP തന്നെ അന്വേഷണം നടത്തി സർക്കാരിന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് കൈമാറി. ഇന്ന് ആഭ്യന്തര സെക്രട്ടറി റിപ്പോർട്ട് മുഖ്യമന്ത്രി കൈമാറിയതിന് തൊട്ടുപിന്നാലെ ആണ് ഇന്ന് നടപടി, ഒരു പേരിനുള്ള നടപടി. കാരണം നാളെ നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധമായി പ്രതിപക്ഷം കൊണ്ടുവരാൻ ഉദ്ദേശിച്ചതും ADGP MR അജിത് കുമാറിന് RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ്. മാത്രവുമല്ല, ADGPക്കെതിരെ ഉയർന്ന നിരവധി ആരോപണങ്ങൾ, ADGPക്കെതിരെ നടപടിയെടുക്കാത്തത് മുഖ്യമന്ത്രിക്ക് ADGPയോടുള്ള ഈ ആത്മബന്ധം കൊണ്ടാണ്, അതിന്റെ കാരണം എന്താണെന്നടക്കം സഭയിൽ വിശദീകരിക്കാനായിരുന്നു പ്രതിപക്ഷം ലക്ഷ്യമിട്ടത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഒന്ന് നഷ്ടമായി. തൽക്കാലത്തേക്കെങ്കിലും ഈ വിഷയം സഭയിൽ വരുമ്പോൾ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രിക്കുള്ളത് ADGPക്കെതിരെ നടപടിയെടുത്തു എന്നുള്ളതാണ്. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി എന്ന ഒരു വിശദീകരണം നൽകാൻ കഴിയും. ഇന്നലെ തന്നെ ശബരിമല അവലോകന യോഗത്തിൽ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തിയതിലൂടെ വ്യക്തമായിരുന്നു നടപടി ഉടൻ ഉണ്ടാകുമെന്ന്. പ്രത്യേകിച്ച് CPI അടക്കം ഇക്കാര്യത്തിൽ കൃത്യമായി പ്രതിഷേധം തുടർച്ചയായി മുഖ്യമന്ത്രിയെ തന്നെ അറിയിച്ചിരുന്നു. CPI നേതൃത്വത്തിന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് മുഖ്യമന്ത്രി തന്നെ നടപടിയെടുക്കുമെന്ന ഉറപ്പും നൽകിയിരുന്നു. ഏതായാലും ഏറ്റവും ഒടുവിലാണ്, ഏറെ വൈകിയാണ് ഈ നടപടി എന്നതാണ് ശ്രദ്ധേയം. പക്ഷേ അതിനപ്പുറത്തേക്ക് കടുത്ത നടപടികളിലേക്ക്, സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് പോകാൻ സർക്കാർ തയ്യാറായിട്ടുമില്ല. വിനീത, റോഷിപാൽ, എപ്പോഴും അജിത് കുമാറിനെതിരെ ഉയർന്ന മറ്റ് ആരോപണങ്ങളുണ്ട്. PV അൻവർ ഉന്നയിച്ച ഫോൺ ചോർത്തൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ എന്താണ് നടപടി എന്നൊരു ചോദ്യവുമുണ്ടല്ലോ. വിനീത, PV അൻവറായിരുന്നു ADGP MR അജിത് കുമാറിനെതിരെ ആരോപണങ്ങൾ തുടങ്ങിവെച്ചത്. അത് മലപ്പുറം കേന്ദ്രീകരിച്ച് കരിപ്പൂരിൽ നിന്നും പുറത്തേക്കിറങ്ങുന്ന സ്വർണ്ണക്കടത്തുകാരെ, ആ സ്വർണം വെട്ടിപ്പ്, അത് പോലീസ് നേതൃത്വം നൽകുന്നു. അന്നത്തെ SP സുജിത് ദാസിനെതിരെയായിരുന്നു ആരോപണം. സുജിത് ദാസിനെ സംരക്ഷിക്കുന്നത് ADGP MR അജിത് കുമാറാണെന്ന് ആരോപിച്ചു. അതിനൊപ്പം മന്ത്രിമാരുടെ, മുഖ്യമന്ത്രിയുടെ അടക്കം ഫോൺ ചോർത്തുന്നു എന്ന മറ്റൊരു ഗുരുതരമായ ആരോപണം. മാമി തിരോധാനത്തിൽ ADGP MR അജിത് കുമാറിന്റെ പങ്കാളിത്തം. ഇങ്ങനെ തുടങ്ങിയ അര ഡസനിലേറെ ആരോപണങ്ങൾ ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ MLA മാത്രം ഉന്നയിച്ചിരുന്നു. ഈ ആരോപണങ്ങൾ വലിയ ചർച്ചയായി. പ്രതിപക്ഷം അത് ഏറ്റെടുത്തു. സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ വലിയ ആയുധമാക്കി കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ ഈ കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം എവിടെ എത്തിയെന്ന് വ്യക്തവുമല്ല. ഒന്ന്, ഈ ബറ്റാലിയന് കീഴിലുള്ള ഈ സാങ്കേതിക സംവിധാനം ഉപയോഗിച്ച് MR അജിത് കുമാർ മന്ത്രിമാരുടെ, രാഷ്ട്രീയ നേതാക്കളുടെ, മാധ്യമപ്രവർത്തകരുടെ ഫോൺ ചോർത്തിയെന്നായിരുന്നു ആരോപണം. അങ്ങനെയുള്ള MR അജിത് കുമാറിനെ അതേ ബറ്റാലിയനിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പ്രതിപക്ഷം ഈ വിഷയം വിടാൻ സാധ്യതയില്ല. കാരണം ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കും. ഇതുവരെ വന്ന പ്രധാനപ്പെട്ട പ്രതിപക്ഷ നിരയിലെ നേതാക്കളൊക്കെ ആ വിഷയം ആ തരത്തിൽ തന്നെയാണ് കാണുന്നത്. ഇത് കണ്ണിൽ പൊടിയിടലാണ് ഈ നടപടിയെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണം. പ്രത്യേകിച്ച് തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം ആണ് അതിന് ആവശ്യമെന്ന നിലപാട് UDF പ്രതിപക്ഷം എടുക്കുന്നു. അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ വിഷയത്തിൽ പ്രതികരിക്കും. നാളെ സഭയിൽ പ്രതിപക്ഷം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് പ്രധാനപ്പെട്ടതാണ്. നാളെ ഏതായാലും ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, അത് നക്ഷത്രചിഹ്നമിട്ട ആ ചോദ്യങ്ങൾ, അത് പിന്നീട് നക്ഷത്രചിഹ്നമിടാത്ത ചോദ്യങ്ങളുടെ പട്ടികയിലേക്ക് മാറ്റിയ വിഷയമടക്കം പ്രതിപക്ഷം നാളെ
സഭയിൽ ഉന്നയിക്കുന്നുണ്ട്. അവിടെ സ്വാഭാവികമായും ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളും സഭയിലേക്ക് പ്രതിപക്ഷം എത്തിക്കും. അവിടെ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ നേരിടാൻ സ്വാഭാവികമായും പ്രതിരോധം തീർക്കാനുള്ള സർക്കാരിന് മുന്നിലുള്ള ഏക വഴി ADGP MR അജിത് കുമാറിനെതിരെ ഇപ്പോൾ സ്വീകരിച്ച നടപടി ഒന്ന് മാത്രമായിരിക്കും. വിനീത.